ചോദിക്കാനുള്ളത് UDF-നോടാണ്. പി രാഹുൽ മാങ്കൂട്ടം പോലുള്ള അല്ലെങ്കിൽ എൽദോസ് കുന്നപ്പള്ളി പോലുള്ള അല്ലെങ്കിൽ വിൻസൻ അല്ലെ ഏറ്റവും കൂടുതൽ ആരോപണം നേരിട്ട് പി ശശി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് UDF-ലെ ആളുകളെ എങ്ങനെയാണ് ഈ നാട്ടിലെ വനിതകൾ വോട്ട് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചോദിച്ചിട്ടാണ് ഇവിടുത്തെ കോൺഗ്രസ് വോട്ട് ചോദിക്കുക എന്നുള്ളത് എനിക്കറിയണം. ഒന്ന്, രാഹുൽ മാങ്കൂട്ടത്തിനെ സംഘടനാപരമായി മാറ്റി നിർത്തി മത്സരിപ്പിക്കുന്നില്ല. എൽദോസ് കുന്നപ്പള്ളി മത്സരിക്കുന്നില്ല. പിന്നെ PK ശശിയുടെ കാര്യമാണെങ്കിൽ PK ശശി പീഡകനാണോ? ഞാൻ ചോദിക്കുന്ന ചോദ്യം, ഞാൻ CPM-നോട് ചോദിക്കുന്ന ചോദ്യം, PK ശശി പീഡകനാണോ? PK ശശി പീഡകനാണെന്ന് നിങ്ങൾ ഇപ്പോൾ പറഞ്ഞാൽ UDF പിൻവലിക്കും. PK ശശി പീഡകനാണെന്ന് LDF ഇപ്പോൾ പറഞ്ഞാൽ ഞങ്ങൾ പിൻവലിക്കും. പക്ഷെ പീഡകനാണെന്ന് നിങ്ങൾ പറയണം. നിങ്ങൾ വനിതകൾക്കടക്കം പാർട്ടി ഓഫീസിൽ കയറി പോകാൻ പറ്റാത്ത രീതിയിൽ അശ്ലീല കേന്ദ്രമാക്കി, അനാശാസ്യ കേന്ദ്രമാക്കി എന്ന് പറഞ്ഞത് നിങ്ങളുടെ നേതാക്കന്മാരാ. പീഡകനാണെങ്കിൽ ആ പീഡിപ്പിച്ച സഖാത്തിയെ കൊണ്ടുപോയി ആശുപത്രി കൊണ്ടുപോയി അഡ്മിറ്റായി കേസ് കൊടുക്കണമേ. ശരി, കേസ് കൊടുക്കണമേ. കേരളത്തിലെ ആഭ്യന്തരമന്ത്രി പിണറായി വിജയൻ നിങ്ങൾക്ക് വിശ്വാസമില്ലേ? ശശി പീഡിപ്പിച്ച പെൺകുട്ടിക്ക് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന് വിശ്വാസമില്ലേ? ആരാണ് പീഡിപ്പിച്ചത്? ആരെയാണ് പീഡിപ്പിച്ചത്? ഉത്തരവുണ്ടോ? നിങ്ങൾക്കറിയാമോ ആരെയാണ് പീഡിപ്പിച്ചത്? നിങ്ങൾക്കറിയാമെങ്കിൽ പറയൂ. ഇനി മുഖ്യമന്ത്രിയുടെ ഉപദേശകനാരാ? പി ശശി